السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمد وعلى آله وأصحابه سيدنا ومولانا محمد കണ്ണേർ അത് ഹക്കാണ്, സത്യമാണ്. അതുകൊണ്ട് മരണം വരെ സംഭവിക്കാം എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണേറ് പറ്റാതിരിക്കാൻ, നാക്കേറ് പറ്റാതിരിക്കാൻ, മറ്റു അപകടങ്ങൾ, ഷെറുകൾ, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഉണ്ടാകുന്ന ഷെറുകൾ നമുക്ക് ഫലിക്കാതിരിക്കാൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പേരമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമക്ക് വേണ്ടി പ്രത്യേകം നടത്തിയിരുന്ന പ്രാർത്ഥന അത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അവ മനസ്സറിഞ്ഞ് നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക്, നമ്മുടെ മക്കൾക്ക്, കുടുംബത്തിനൊക്കെ വന്നേക്കാവുന്ന കണ്ണേറ് പോലുള്ള ഷെറുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ കാവൽ നമുക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ ദിക്ർ, ആ പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവിടുന്ന് അവിടുത്തെ പേരമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു നമുക്ക് വേണ്ടി പ്രത്യേകമായി നടത്തിയ പ്രാർത്ഥനയാണ്. മാത്രമല്ല മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ മക്കളാകുന്ന ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിമസ്സലാം അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് കാവൽ തേടിയ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ണേറ് ഫലിക്കാതിരിക്കാൻ, അതുപോലെ മറ്റ് ഷെറുകൾ ഫലിക്കാതിരിക്കാനുള്ള പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുഅവ്വിദുൽ ഹസന വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമക്ക് വേണ്ടി അള്ളാഹുവിനോട് കാവൽ തേടാറുണ്ടായിരുന്നു. വയഖൂലു ഇന്ന അബാകുമാ യുഅവ്വിദു ബിഹാ ഇസ്മാഈല വ ഇസ്ഹാഖ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമെ ഈ പറയാൻ പോകുന്ന പ്രാർത്ഥന കൊണ്ട് കാവൽ തേടാറുണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന അബാകുമ, നിശ്ചയമായി നിങ്ങളുടെ ഉപ്പ, നിങ്ങൾ രണ്ടുപേരുടെയും പിതാവ് മഹാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന യുഅവ്വിദു ബിഹാ ഇസ്മാഈല വ ഇസ്ഹാഖ്, അവിടുത്തെ മക്കളാകുന്ന ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിമസ്സലാം അവർക്ക് വേണ്ടി അള്ളാഹുവിൻ പ്രത്യേകം കാവൽ തേടിയ പ്രാർത്ഥനയാണിത്. ഏതാണ് ആ പ്രാർത്ഥന? അവിടുന്ന് പറഞ്ഞു, അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇതായിരുന്നു അവർ നടത്തിയിരുന്ന പ്രാർത്ഥന. അഊദു ബികലിമാത്തില്ലാഹി താമ്മ, അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണമായ മഹത്തായ വാക്കുകൾ കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു, കാവൽ തേടുന്നു. മിൻ കുല്ലി ഷൈത്താനിൻ, മനുഷ്യർ, ജിന്ന് തുടങ്ങിയവയിൽ എല്ലാ ഷൈത്താന്മാരുടെ, പിശാചുക്കളുടെ എല്ലാ ഷെറുകളിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു, കാവൽ തേടുന്നു. വഹാമ്മത്തിന്, അതുപോലെ തന്നെ വിഷജന്തുക്കൾ, അവകളാലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. വമിൻ കുല്ലി ഐനിൻ ലാമ്മ, കണ്ണീരുകാരുടെ കണ്ണീരിനാലുണ്ടാകുന്ന ഷെറുകളിൽ നിന്നും അള്ളാഹുവെ നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്ന നിലക്ക് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമക്ക് പ്രത്യേകം കാവൽ തേടിയ പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, സൂറത്തുൽ ഇഖ്ലാസ് തുടങ്ങിയ സൂറത്തുകൾ ഓതിയിട്ടും അവർക്ക് പ്രത്യേകം മന്ത്രിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പിഞ്ചു മക്കളെ അവർക്ക് വേണ്ടി പറയപ്പെട്ട പ്രാർത്ഥന പറയപ്പെട്ടതുപോലെ ഫലഖ്, നാസ്, അതുപോലെ തന്നെ ഇഖ്ലാസ് തുടങ്ങിയ സൂറത്തുകളൊക്കെ ഓതി അവരെ മന്ത്രിക്കുക വഴി കണ്ണേറുകാരിൽ നിന്നും നാക്കേറിൽ നിന്നൊക്കെ അവർക്ക് രക്ഷ ലഭിക്കാൻ, അഭയമാവാൻ ഇത് കാരണമായി തീരും. അള്ളാഹു തആല എല്ലാവിധ ഷെറുകളിൽ നിന്നും നമ്മളെയും മക്കളെയും കൂട്ടുകുടുംബത്തെയും ഒക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഈമാനിലായി ജീവിച്ച് പരിപൂർണ്ണ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.